Hi all. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഴിഞ്ഞ ദിവസം പഠിച്ച സെലക്ഷൻ ടൂൾസിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയായിരുന്നു പഠിച്ചത്? സെലക്ഷൻ ടൂൾസ് പഠിച്ചിരുന്നത് അല്ലേ? റെക്ടാങ്കുലർ മാർക്ക് ടൂൾ പഠിച്ചായിരുന്നു, അതുപോലെ തന്നെ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ പഠിച്ചായിരുന്നു. ഈ രണ്ട് സെലക്ഷൻ ടൂളുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്ത സെലക്ഷൻ ടൂളിലേക്ക് പോകാം. ഇവിടെ നോക്കുക, റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ആൻഡ് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒന്നാണ് എന്ത്? സിംഗിൾ റോ മാർക്ക് ടൂൾ. സിംഗിൾ റോ മാർക്ക് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമേജ് ഇത് വളരെ തിൻ ആയിട്ടുള്ള ചെറിയൊരു ഏരിയ, അതായത് ഒട്ടും വിട്ടില്ലാതെ ചെറിയൊരു തിൻ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ റോ മാർക്ക് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇമേജ് ഒക്കെ റീടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു മടക്കിന്റെ ഒരു എഡ്ജ് പോലെ കാണും. മീൻസ് ഒരു പേപ്പർ നമ്മൾ മടക്കിയിട്ടൊക്കെയാണ് സ്കാൻ ചെയ്യണമെങ്കിൽ ആ മടക്ക് അതേപടി ആ എഡ്ജിൽ ചിലപ്പോൾ വരും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ സ്കാനിങ് ലൈനുകൾ ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള തീരെ തിന്നായിട്ടുള്ള ഒരു ഏരിയ മാത്രം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ രണ്ട് ടൂൾ, ഏത് ടൂൾ യൂസ് ചെയ്യാം? സിംഗിൾ റോ മാർക്ക് ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കോളം മാർക്ക് ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് വെർട്ടിക്കൽ ഡയറക്ഷൻ, വേറെ എന്താണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വെർട്ടിക്കൽ ഡയറക്ഷൻ, വേറെ എന്താണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതാണ് അത്തരം ആ രണ്ട് ടൂളുകളും തമ്മിലുള്ള ഡിഫറൻസ്. യൂസ് രണ്ടിന്റെ വളരെ സിമിലർ ആണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ റോ മാർക്ക് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്ക് ടൂൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിക്സലിന്റെ അത്ര സൈസിൽ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിംഗിൾ റോ മാർക്ക് ടൂൾ അല്ലെങ്കിൽ സിംഗിൾ കോളം മാർക്ക് ടൂൾ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അതായത് സിംഗിൾ റോ മാർക്ക് ടൂൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാവും ഈ റോ വൈസ് ആയിട്ട് ഒരു ഹൊറിസോണൽ ഡയറക്ഷനിൽ നമുക്കൊരു ലൈൻ കിട്ടും. സൂം ചെയ്യുമ്പോൾ അറിയാം. ഇതുണ്ട്, കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്ത് നമ്മളൊരു ഇമേജ് സൂം ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നോക്കിയേ, ഒരു പിക്സലിന്റെ അതേ സൈസിലല്ലേ ഈ ഒരു ടൂള് വർക്ക് അയക്കണം, മീൻസ് സെലക്ട് അയക്കുന്നുണ്ടോ? കറക്റ്റ് ഒരു പിക്സലിന്റെ സൈസിൽ. ഇത് ഞാനിപ്പോൾ കാണിച്ചത് ഏതാണ്? സിംഗിൾ റോ മാർക്ക് ടൂൾ ആണ്. സിംഗിൾ റോ മാർക്ക് ടൂൾ എന്ന് പറയുന്നതാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് സെലക്ഷൻ വരുന്നത് അല്ലെ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അതാണ് എന്താ സിംഗിൾ റോ മാർക്ക് ടൂൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വരുന്ന എന്താണ്? സിംഗിൾ കോളം മാർക്ക് ടൂൾ. സിംഗിൾ കോളം മാർക്ക് ടൂൾ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കി കേട്ടോ, ഇതുണ്ടോ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ. ഓക്കെ, കറക്റ്റ് ഒരു പിക്സലിന്റെ അതേ വലിപ്പത്തിലല്ലേ വന്നേക്കുന്നത്, കണ്ടോ? അപ്പൊ ഇതുപോലെ വളരെ ടൈനി ആയിട്ടുള്ള എന്തെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? ഈ സിംഗിൾ റോ മാർക്ക് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്ക് ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ അതിന്റെ യൂസ് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മളൊരു പേപ്പറൊക്കെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ പേപ്പറിനകത്ത് എന്തെങ്കിലും മടക്കുന്ന ഒരു ഏരിയ ഇങ്ങനെ അതുപോലെ തന്നെ ഒരു ചിലപ്പോൾ ലൈൻ പോലെയൊക്കെ കാണും. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സിംഗിൾ റോ മാർക്ക് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്ക് ടൂൾ യൂസ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു വളരെ ചെറിയൊരു ഏരിയ നമുക്ക് നോർമലി റെക്ടാംഗിൾ മാർക്ക് ടൂൾ വെച്ചൊക്കെ സെലക്ട് ചെയ്യാൻ വളരെ പാടായിരിക്കും. നമ്മൾ വളരെ സമയം എടുത്ത് അത്ര കെയർഫുൾ ആയിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സിംഗിൾ റോ മാർക്ക് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്ക് ടൂൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് സിംഗിൾ റോ മാർക്ക് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്ക് ടൂൾ എന്നുള്ളത്. അപ്പം ഇതിൽ ഇവിടെ വെച്ച് നമ്മുടെ മാർക്ക് ടൂളിന്റെ സെലക്ഷൻ, അതായത് സെലക്ഷൻ ടൂൾസ് റെക്ടാംഗുലർ മാർക്ക് ടൂൾ, എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ, സിംഗിൾ റോ മാർക്ക് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്ക് ടൂൾ നമ്മൾ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ടൂളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടൂളുമായിട്ട് കാണാം. താങ്ക് യു.